ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി ഒരു കാര്യം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു, ഇതുവരെ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണേ? വേറൊന്നല്ല, മാംഗോ സ്റ്റിക്കി റൈസാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഐറ്റം. അതിന് സ്റ്റിക്കി റൈസ് ഉണ്ടെങ്കിൽ കാര്യം നടക്കും. മഴ ആണെങ്കിലും ഞങ്ങൾ അതും തപ്പി അങ്ങോട്ട് ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനം നമുക്ക് കിട്ടിയത്. ഞാൻ സ്റ്റിക്കി റൈസ് പേടിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കുറേ നോക്കി. ബട്ട് വീഡിയോസിൽ നോക്കിയപ്പോൾ എല്ലാവരും പറയണത് സ്റ്റിക്കി റൈസിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്നാണ്. അപ്പം പിന്നെ അതന്നെ മേടിക്കണമല്ലോ. കുറച്ച് തപ്പിയിട്ടാണെങ്കിൽ സാധനം കിട്ടി. പിന്നെ മെയിൻ ഐറ്റം മാങ്ങയാണല്ലോ, അത് മേടിക്കാണ്ട് കാര്യം നടക്കില്ല. അങ്ങനെ അതും മേടിച്ച്. മാങ്ങ മേടിക്കുമ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ സ്റ്റിക്കി റൈസ് കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് മധുരവും പുളിയാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ മേടിച്ച സ്റ്റിക്കി റൈസ്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അത്ര വലിയ പണിയൊന്നുമില്ല, സംഭവം എളുപ്പമാണ്. ആദ്യം നമുക്ക് കുറച്ച് റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കുക ചെയ്യണം. അത് വറ്റുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള സംഭവം റെഡിയാക്കി എടുക്കാം. ആദ്യം തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതിലേക്ക് പഞ്ചസാരയും ഉപ്പിട്ട് കൊടുക്കണം. കറക്റ്റ് ഡീറ്റെയിൽസും മെഷർമെൻറ്റ്സും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. നമ്മൾ ഈ വറ്റിച്ചെടുത്ത റൈസ് പാലിലേക്ക് മിക്സ് ചെയ്യണ കാണുമ്പോൾ നമുക്ക് പായസം പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ടെൻഷനാവൊന്നും വേണ്ട, അത് ഇരുന്ന് സെറ്റായിക്കോളും. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, കൊളാവോ എന്നുള്ളൊരു ടെൻഷൻ. അതാദ്യം മാറ്റി വെച്ചാൽ കാര്യം സിമ്പിളാണ്. പിന്നെ ഈ റൈസ് ഒന്ന് ഇരുന്ന് സെറ്റാവാൻ മൂടി വെച്ചിട്ട് മേലെ ഒരു കട്ടിയുള്ള തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. ആവിയൊന്നും പുറത്തേക്ക് പോവാണ്ട് ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യണേ. ഇനി നമുക്കതിൻ്റെ സോസ് സെറ്റാക്കാം. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇതൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിലവർ ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കും. പിന്നെ ചിലവർ ഈ അരിപ്പൊടിക്ക് പകരം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയാൽ മതി. ഏതായാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല, ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ചോറ് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഈ ഒരു നന്നായി വെന്ത് നല്ല കട്ടി തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാംഗോസൊക്കെ നല്ല ഭംഗിയിൽ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് ഈ കട്ട് ചെയ്ത് വെച്ച മാംഗോസും നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കി റൈസും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. സംഭവം റെഡിയായി. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ ഇത്രയും പെർഫെക്ഷൻ കിട്ടുന്നു. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസും ഈ സ്റ്റിക്കി റൈസും ഈ മാംഗോസും മൂന്നും ഒരുമിച്ച് എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നും കൂടി കഴിക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല, അതിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.